രാജേന്ദ്ര ആർലാക്കർ നിയമസഭയിലേക്ക് കടക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തും. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ചില ഭാഗങ്ങളുണ്ട്. അത് ഒഴിവാക്കിയിട്ടില്ല. അത് ഗവർണർ വായിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഉത്കണ്ഠ. ശ്രീജിത്ത് വീണ്ടും ചേരുന്നു. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. നയപ്രഖ്യാപന പ്രസംഗത്തിനായി നിയമസഭയിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും ആഭ്യന്തര സെക്രട്ടറിയും ചേർന്ന് സ്വീകരിച്ചപ്പോൾ സഭയ്ക്കകത്തേക്ക് ആനയിക്കുകയാണ്. ഗവർണർ സഭ സ്പീക്കറുടെ ചെയറിനടുത്തുള്ള ചെയറിൽ ഉപവിഷ്ടനായ ശേഷം ഗവർണർ സഭയിൽ പ്രസന്റ് ആയ വിവരം അറിയിക്കും. അതിനുശേഷം ദേശീയ ഗാനാലാപനം നടക്കും. ദേശീയ ഗാനാലാപനത്തിന് ശേഷമാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുക. കേരള നിയമസഭയിലെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ രണ്ടാമത്തെ നയപ്രഖ്യാപന പ്രസംഗമാണിത്. നേരത്തെ എസ് സൂചിപ്പിച്ച പോലെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളിൽ ഗവർണർ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അത് തിരുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാർ അതിന് വഴങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരം. മിനിഞ്ഞാന്ന് തന്നെ സർക്കാർ ഗവർണർ തിരിച്ചയച്ച പ്രസംഗം മടക്കി ലോക്ഭവനിലേക്ക് അയച്ചിരുന്നു. എന്തായാലും ഗവർണർ എല്ലാ ഭാഗങ്ങളും വായിക്കുമോ എന്നതാണ് ഏറ്റവും ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും അത് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം, സഭയുടെ മേശപ്പുറത്ത് വെക്കുന്ന പ്രസംഗം പൂർണ്ണമായും സഭാരേഖകളിൽ ഉണ്ടാകും. അതാണ് ഇതുവരെയുള്ള ചട്ടവും കീഴ്വഴക്കവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം വായിക്കുമോ ഇല്ലയോ എന്നതിന് മറ്റ് പ്രസക്തികളൊന്നുമില്ല. എങ്കിലും അതൊരു ചർച്ചാ വിഷയമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.